നമുക്ക് ഒരു പുതിയ വേർഷൻ വിൻഡോസിൽ എങ്ങനെയാണ് പവർ പോയിന്റ് ഓപ്പൺ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓൾറെഡി കുറച്ച് ഐക്കൺസ് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ കൂട്ടത്തിൽ എന്തുണ്ട്? പവർ പോയിന്റ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സെർച്ച് ബട്ടണിലേക്ക് വരിക. ഇവിടെ പവർ പോയിന്റ് എന്ന് സെർച്ച് ചെയ്യാൻ നമുക്ക് പറ്റും. അങ്ങനെ നമുക്ക് ഈ പവർ പോയിന്റിനെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ഇന്റർഫേസ് ഇങ്ങനെയായിരിക്കും. മെയിൻലി നമുക്ക് ലെഫ്റ്റ് സൈഡ് ഹോം, ന്യൂ, ഓപ്പൺ ഇങ്ങനെ 3 ടാബ് കാണാൻ പറ്റും. അല്ലാതെ തന്നെ ന്യൂ എന്നുള്ളതിൽ ഒരു ബ്ലാങ്ക് പ്രസന്റേഷൻ, അല്ലാതെ തന്നെ ഇവിടെ കുറച്ച് ടെംപ്ലേറ്റ്സ് കൂടി കാണാൻ പറ്റും. ഇനി എന്താണ് ടെംപ്ലേറ്റ്സ്? ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രീ ഡിസൈൻഡ് സ്ലൈഡ്സ് ആണ് ടെംപ്ലേറ്റ്സ് എന്നുള്ളത്. അതായത് റെഡി ടു യൂസ് ആയിട്ടുള്ള കുറച്ച് സ്ലൈഡ്സ് ആണിത്. ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സ്ലൈഡ്സ് ആണ്. ഈ ടെംപ്ലേറ്റ്സ് എന്നുള്ളത് ഇതിലേക്ക് നമുക്ക് നമ്മുടേതായ ഡേറ്റാസ് ആഡ് ചെയ്ത് പ്രസന്റേഷൻസ് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഓക്കെ സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ ഇന്ന് പവർ പോയിന്റിൻ്റെ ഇൻ്റർഫേസിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഓപ്പൺ ആയി വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ സ്ക്രീന് കാണാൻ പറ്റുന്നതെന്നും അതിൽ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, ആ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ പവർ പോയിന്റിൻ്റെ ലെഫ്റ്റ് ടോപ്പിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ഈ ഇത്തരം പോർഷനെയാണ് നമ്മൾ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത്. അതായത് മെയിൻലി നമുക്ക് കാണാൻ പറ്റും ഓട്ടോ സേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതായത് ഓട്ടോ സേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു പ്രസൻറ്റേഷൻ ഈ ഓട്ടോ സേവ് ഓപ്പൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അത് ഓട്ടോമാറ്റിക്കലി എന്താവാൻ തുടങ്ങും, സേവ് ആവാൻ തുടങ്ങും. ഇപ്പോൾ ഇത് ഓഫായിട്ടാണ് കിടക്കുന്നത്. ജസ്റ്റ് ഓൺ ചെയ്യുമ്പോൾ എന്താവും, നമ്മൾ ആ ഒരു ഡ്രൈവ് നമ്മൾ ഏതിലാണ് അത് സേവ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു ഡ്രൈവ് കാണിക്കും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഡ്രൈവിലേക്ക് ഇത് ഓട്ടോമാറ്റിക്കലി സേവ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ കറൻ്റ് അതാണ് ആ ഒരു ഡ്രൈവിലാണ് നമ്മൾ സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, അങ്ങനെ ഈ ഓട്ടോ സേവ് ഓൺ ആക്കുന്നതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കറണ്ട് പോയാലും നമ്മുടെ ഡോക്യുമെൻ്റ് നഷ്ടപ്പെടാതെ അതെന്തായിരിക്കും, സേവ് ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടെ ഈ സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തതാണ് അൺഡൂവും റീഡുവും വരുന്ന ഓപ്ഷൻസ്. ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, ക്വിക്കിൻ്റെ അർത്ഥം എന്തുവാണ്, പെട്ടെന്ന് എന്നുള്ളത്. അപ്പോൾ ക്വിക്ക് ആക്സസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യാണ്, പവർ പോയിന്റ് എന്നുള്ളത് ഞാൻ ടൈപ്പ് ചെയ്യുമ്പം അത് ഫുള്ള് ബാക്ക് സ്പേസ് അടിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്നതിന് വരെ എനിക്ക് എന്ത് ചെയ്യാം, ഈ അൺഡു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും, നമ്മൾ ആ ചെയ്തതെല്ലാം എന്താവും, ഡിലീറ്റ് ആയത്. ഇപ്പോൾ നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യാൻ മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും വേറെ ഒരു ഓപ്ഷൻ ഇവിടെ ആഡായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഷേപ്പ് വരച്ചത് നമ്മൾ തെറ്റിപ്പോയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അൺഡു ഓപ്ഷൻ യൂസ് ചെയ്ത് നമുക്കിത് അൺഡു ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. അല്ല, എനിക്ക് ഈ വേർഡ് അവിടെ തന്നെ വേണം, ഞാൻ അൺഡു ചെയ്യണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റീഡു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ ആ ടൈപ്പ് ചെയ്തിരുന്ന് ആ പവർ പോയിന്റ് എന്നുള്ള വേർഡ് തിരിച്ചു വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൂടാതെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിനകത്ത് നമുക്ക് തന്നെ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ ഓൾറെഡി തന്നിട്ടുള്ള ഓപ്ഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ നോർമലി ക്വിക്ക് ആക്സസിനകത്ത് കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഓട്ടോമാറ്റിക്കലി സേവ് എന്നുള്ളതും സേവ്, പിന്നെ അൺഡു, റീഡു, സ്റ്റാർട്ട് ഫ്രം ബിഗിനിങ്, നമ്മുടെ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ റൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ഇത് ഇത്രയാണ് മെയിൻലി ഞാൻ കൊടുത്തിരിക്കുന്നത്. എനിക്കിപ്പോൾ വേണമെങ്കിൽ ഒരു പുതിയ പ്രസൻറ്റേഷൻ ഇവിടെ നിന്ന് ക്വിക്ക് ആക്സസിൽ നിന്ന് ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു പേജ് പോലത്തെ ഒരു സിമ്പൽ വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, പുതിയ ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഡോക്യുമെൻ്റ് അവിടെ ഓപ്പണായി വന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ പുതിയ പ്രസൻറ്റേഷൻ പ്രോഗ്രാം. ജസ്റ്റ് ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതുകൊണ്ട് ഞാനത് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ നമുക്കിവിടെ വേണ്ട എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ ടിക്ക് മാറ്റി കൊടുത്താൽ തന്നെ അത് ആ ഓപ്ഷനിൽ നിന്ന് പോയതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും.
അപ്പോൾ ഇതിത്രയാണ് മെയിൻലി ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഓരോ ടൂൾസിനും നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഷോർട്ട് കട്ട് കീസ് ഉണ്ട്. അപ്പോൾ ഈ സേവ് എന്നുള്ളതിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് കൺട്രോൾ എസ് എന്നുള്ളത്. അണ്ടു ആണെങ്കിൽ എന്താണ് അതിൻ്റെ ഷോർട്ട് കട്ട് കീ? ഇപ്പോൾ നമുക്ക് അണ്ടുവിന് മെയിൻലി ഷോർട്ട് കട്ട് കീ വരുന്നത് കൺട്രോൾ ഇസഡ് ആണ്. പിന്നെ സ്റ്റാർട്ട് ഫ്രം ബിഗിനിങ് നമ്മുടെ പവർ പോയിന്റ് നമുക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് F5 എന്നുള്ള ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യുമ്പോൾ അത് റൺ ആവുന്നത് കാണാനായിട്ട് പറ്റും. പിന്നെ റീഡു ചെയ്യാനുള്ള ഓപ്ഷൻ അതിൻ്റെ ഷോർട്ട് കട്ട് കീ വരുന്നത് കൺട്രോൾ Y എന്നുള്ളതാണ്. അപ്പോൾ ഇതിത്രയാണ് എൻ്റെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിനകത്ത് ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന കണ്ടൻറ്റ്. ഈ നമ്മുടെ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ്റെ ഏറ്റവും ടോപ്പിൽ ആദ്യം വരുന്ന ലെഫ്റ്റ് സൈഡിൽ ആദ്യം വരുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് ടൈറ്റിൽ ബാർ. നമ്മുടെ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ്റെ പേരെന്താണ്? നമ്മളിപ്പോൾ ഇവിടെ പേരൊന്നും കൊടുക്കാത്തത് കൊണ്ടാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്, പ്രസൻറ്റേഷൻ 2 എന്ന് ഡിഫോൾട്ടായിട്ട് കൊടുത്തിരിക്കുന്ന പേരാണ് ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് വരുന്നത്. ഇതിനെയാണ് നമ്മൾ ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഇതാണ് ടൈറ്റിൽ ബാർ. ദെൻ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് യൂസർ, അതായത് ഈ നമ്മുടെ പവർ പോയിൻറ്റിൻ്റെ ഏറ്റവും റൈറ്റ് സൈഡിൽ ടോപ്പായിട്ട് ഇവിടെ നമ്മുടെ ഒരു മെയിൽ ID നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണാൻ പറ്റും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് യൂസറുടെ ഇൻഫർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ വെറുതെ ഒരു മെയിൽ ID ക്രിയേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. അത് നമുക്കവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണാൻ ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു ഓപ്ഷനാണ് മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് യൂസർ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്തതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് റിബൺ ഡിസ്പ്ലേ ഓപ്ഷൻ എന്നുള്ളതാണ്. റിബൺ ഡിസ്പ്ലേ ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സ്ക്രീനിന് നമുക്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമൈസ് ചെയ്തിട്ട് ഇതിൻ്റെ പുറകിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രസൻറ്റേഷൻ ഇപ്പോൾ നമ്മൾ വേറെ പ്രസൻറ്റേഷനൊന്നും ഓപ്പൺ ആവാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്ക്രീനിൽ വരാം. മറ്റെന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള നമുക്കിപ്പോൾ ക്രോമൊക്കെ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇത് ഹെൽപ്ഫുള്ളാണ്. ദെൻ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മിനിമൈസ് അല്ലാതെ മാക്സിമൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലൂടെ എന്ത് ചെയ്യാം, ഇതിന് ഈ ഒരു സ്ക്രീനിനെ വലുതാക്കാനും ചെറുതാക്കാനും നമുക്ക് സ്ക്രീൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പം നമുക്ക് ഈ ഒരു ക്രോമും ഇവിടെ ഓപ്പൺ ആയി വരുന്ന അത് നമുക്ക് ഒരുമിച്ച് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ സ്ക്രീനിനെ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്ക് ഈ സ്ക്രീനിനെ അഡ്ജസ്റ്റബിൾ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് റിബൺ ഡിസ്പ്ലേ ഓപ്ഷൻസിനകത്ത് വരുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിലൂടെ മിനിമൈസ് ചെയ്യാനും ഇവിടെ മാക്സിമൈസ് ചെയ്യാനും. ഇപ്പോൾ നമുക്ക് ഈ പ്രസൻറ്റേഷൻ യൂസ് ഇല്ല അല്ലെങ്കിൽ നമ്മളിത് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ഇത് ക്ലോസ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ 3 കണ്ടൻറ്റ് വരുന്ന ഈ 3 ഓപ്ഷൻസ് വരുന്നതാണ് റിബൺ ഡിസ്പ്ലേ ഓപ്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് അടുത്തതാണ് റിബൺ ഇൻ്റർഫേസ് ഓപ്ഷൻ. എന്താണ് റിബൺ ഇൻ്റർഫേസ് ഓപ്ഷൻ? അതായത് ഇവിടെ നമുക്ക് ഫയല്, ഹോം, ഇൻസേർട്ട്, ഡ്രോ, ഡിസൈൻ, ട്രാൻസിഷൻ, ആനിമേഷൻ, സ്ലൈഡ് ഷോ, റെക്കോർഡ്, റിവ്യൂ, വ്യൂ, ഹെൽപ്പ്, ഷേപ്പ് ഫോർമാറ്റ്, ഇങ്ങനെ കുറച്ച് ടാബുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ കൊടുത്തിരിക്കുന്ന ഈ ഓപ്ഷൻസിനെ നമ്മൾ ടാബുകൾ എന്നാണ് പറയുന്നത്. ഫയല്, ഹോം, ഇൻസേർട്ട്, ഡ്രോ, അതായത് ഹോം ടാബ്, ഇൻസേർട്ട് ടാബ്, ഡ്രോ ടാബ്, ഡിസൈൻ ടാബ്, ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു ടാബിൻ്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ പറയുന്നത് റിബൺ ഇൻ്റർഫേസ്. നമ്മളിതിനെ പറയുന്നതാണ് റിബൺ ഇൻ്റർഫേസ്. അപ്പോൾ ഈ ഹോം ടാബും ഇൻസേർട്ട് ടാബ്, ഡ്രോ ടാബ്, ഡിസൈൻ ടാബ് ഇതെല്ലാം ചേരുന്നതാണ് എന്ത്, റിബൺ ഇൻ്റർഫേസ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതുകൂടാതെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ ടാബിന് കീഴിലും ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ചെറുതായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെയെല്ലാം നമ്മൾ കമാൻഡുകൾ എന്നാണ് പറയുന്നത്. ഈ കമാൻഡിനെയും ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവിടെ കാണുന്നുണ്ടായിരിക്കും ക്ലിപ്പ് ബോർഡ്, സ്ലൈഡ്, ഫോണ്ട്, പാരഗ്രാഫ്, ഡ്രോയിങ്, എഡിറ്റിംഗ്, ആഡൻസ്, ഇങ്ങനെ ഓരോ കമാൻഡ് ഗ്രൂപ്പ്. ഈ ഓരോ കമാൻഡ്സും ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുന്ന ഈ ഒരു കമാൻഡ്സിനെ ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുന്നതിനെ നമ്മൾ കമാൻഡ് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. ആ കമാൻഡ് ഗ്രൂപ്പിനകത്ത് ഇൻവോൾവ് ആവുന്ന ഓരോ ഓപ്ഷനെ നമ്മൾ കമാൻഡ്സ് എന്നും പറയും. ഇതുപോലെ തന്നെ മറ്റ് ടാബുകളിലും എന്ത് അവൈലബിൾ ആണ്, ഇതുപോലെ ഒരുപാട് കമാൻഡ് ഗ്രൂപ്പുകളും അതിനകത്ത് കമാൻഡുകളും അവൈലബിൾ ആയിട്ട്
നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിത്രയാണ് മെയിൻലി എന്ത് വരുന്നത്, ഈ റിബൺ ഇൻ്റർഫേസ് എന്നുള്ള ഓപ്ഷനും അതിനകത്ത് വരുന്ന കമാൻഡ് ഗ്രൂപ്പ്സും കമാൻഡുകളും ഇതിത്രയാണ് മെയിൻലി വരുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ ഈ ഡ്രോ എന്നുള്ള ഒരു ഡിസൈൻ എന്നുള്ള ഒരു ടാബ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ടാബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു കമാൻഡ് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് നമ്മുടെ ഈ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് പുതിയ ഒരു സ്പേസ് ഓപ്പൺ ആയിട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിന് ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഫിൽ എന്നുള്ള ഇതിനകത്ത് സോളിഡ് ഫിൽ, ഗ്രേഡിയൻറ്റ് ഫിൽ, പിക്ചർ ഓർ ടെക്സ്ചർ. അതായത് നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ ഈ പവർ പോയിന്റിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമാൻഡാണ് ഈ ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, കളറോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പാറ്റേണോ ടെക്സ്ചറോ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കൊണ്ടുവരാനായിട്ട് പറ്റും. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഈ സൈഡിലായിട്ട് ഓപ്പണായി വന്ന ഈ ഒരു ഫങ്ഷന് അല്ലെങ്കിൽ ഇങ്ങനെ വന്ന ഈ ഒരു പ്രോസസ്സല്ല മെയിൻലി ഇങ്ങനെ ഒരു ഡിസ്പ്ലേ ആയി വന്ന ഈ ഒരു ഓപ്ഷനെ നമ്മൾ എന്തെന്ന് പറയും, ടാസ്ക് പെയിൻ എന്ന് പറയും. അതായത് നമ്മുടെ ഈ ഒരു ഇവിടെ ഒരു വൈറ്റ് സ്ക്രീൻ ആയിരുന്നു, അത് നമ്മൾ ഇവിടെ ഇപ്പോൾ കളർ ചേഞ്ച് ചെയ്തപ്പോഴാണ് എന്ത് സംഭവിച്ചത്, ഇതിപ്പോൾ നമുക്ക് തിരിച്ച് വൈറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഈ ഒരു പ്രസൻറ്റേഷൻ സ്ക്രീനിൻ്റെ തൊട്ട് അടുത്ത് വന്ന ഇങ്ങനെ എക്സ്ട്രാ ആയിട്ട് ഓപ്പൺ ആയി വന്ന ഈ ഒരു ഓപ്ഷനെയാണ് നമ്മൾ ടാസ്ക് പെയിൻ എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ ഈ സ്ക്രീനിൻ്റെ സൈഡിൽ ഓപ്പൺ ആയി വരുന്ന ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ ടാസ്ക് പെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതവിടുന്ന് റിമൂവ് ആവുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അടുത്തതായിട്ടാണ് സൂം സ്ലൈഡർ. അതായത് നമ്മുടെ ഈ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ നമുക്കിവിടെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് നമ്മൾ സൂം എന്ന് പറയുന്നത്. അതായത് നമുക്ക് നമ്മുടെ സ്ക്രീനിനെ സൂം ഔട്ട് ചെയ്തും സൂം ഇൻ ചെയ്തും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒരു ലൈനും അതിന് കുറുകെ ആയിട്ട് ഒരു ബാർ പോലത്തെ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു മൈനസ് സിമ്പലും റൈറ്റ് സൈഡിലൊരു പ്ലസ് സിമ്പൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഈ മൈനസ് സിമ്പൽ യൂസ് ചെയ്ത് നമുക്ക് സൂം ഔട്ട് ചെയ്യാനും ഈ പ്ലസ് സിമ്പൽ യൂസ് ചെയ്ത് സൂം ഇൻ ചെയ്യാനായിട്ടും പറ്റും. നമ്മളിപ്പോൾ ഈ സൂം ഔട്ട് ചെയ്യുമ്പോഴും സൂം ഇൻ ചെയ്യുമ്പോഴും ഇതിൻ്റെ തൊട്ടടുത്ത ഒരു പെർസെൻറ്റേജിൽ ഇതിൻ്റെ ഒരു സ്ക്രീന് ലാർജ് ആവുന്നതും സ്മോൾ ആവുന്നതും ഒരു പെർസെൻറ്റേജിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ 33 മതിയെങ്കിൽ 33 കൊടുത്തിട്ട് ഓക്കെ കൊടുത്താൽ ആ 33% നമ്മുടെ സ്ക്രീന് മാറിയതായിട്ട് കാണാൻ പറ്റും. നമുക്ക് 200 വേണമെന്നുണ്ടെങ്കിൽ 200 സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുമ്പോൾ 200 എന്നുള്ള ലെവലിൽ നമ്മുടെ സ്ക്രീൻ എന്താവും, സൂമായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതുകൂടാതെ ഈ ലൈനിനെ ക്രോസ് ചെയ്ത് വന്ന ഈ ഒരു ബാർ പോലത്തെ ഒരു ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്ക്രീന് സൂം ഇൻ ആവുന്നതും സൂം ഔട്ട് ആവുന്നതും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിത്രയാണ് സൂം ഓപ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറച്ച് വ്യൂ ഓപ്ഷൻസ് ഉണ്ട്. ഈ 4 ഓപ്ഷൻ, ഈ സൂമിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡ് 4 ഓപ്ഷൻസ് കാണാൻ പറ്റും. ആദ്യത്തേതാണ് നോർമൽ വ്യൂ. അതായത് നമ്മുടെ സ്ക്രീന് ഇപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് സ്ക്രീന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ നോർമൽ വ്യൂ. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ ഞാനൊരു വേറൊരു പ്രസൻറ്റേഷൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പം ഞാൻ ഒരു പ്രസൻറ്റേഷൻ ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച ഒരു പ്രസൻറ്റേഷനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഇവിടെ ഏകദേശം ഒരു 6 സ്ലൈഡ്സ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സ്ലൈഡ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ടൈപ്പായിട്ട് വ്യൂ ചെയ്യാനായിട്ട് പറ്റും. ആദ്യത്തേതാണ് നോർമൽ വ്യൂ. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വ്യൂ, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ഈ ഒരു സ്ക്രീൻ കുറച്ചിങ്ങോട്ട് മൂവ് ആയതിനു ശേഷം ഇവിടെ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ഇതിനകത്ത് എന്തൊക്കെ കണ്ടൻറ്റാണ് ഓരോ സ്ലൈഡിലും ടൈപ്പ് ചെയ്തിട്ടുള്ളതെന്ന് കാണാനായിട്ട് പറ്റും. അടുത്തതാണ് സ്ലൈഡ് സോർട്ടർ വ്യൂ. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രസൻറ്റേഷൻ ഓരോ കുട്ടി സെല്ലുകളോ അല്ലെങ്കിൽ ഒരു ബോക്സ് ആയിട്ട് നമുക്കിങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. ഈ ഒരു ഓപ്ഷനെയാണ് നമ്മൾ സ്ലൈഡ് സോർട്ടർ വ്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്തൊരു റീഡിംഗ് വ്യൂ എന്താണെന്ന് നോക്കാം. കണ്ടോ,
ഓരോ പേജായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാണാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന, അല്ലെങ്കിൽ അത് ക്ലോസ് ആയിപ്പോയി, നമ്മളത് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ സ്ലൈഡ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് റീഡർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എടുത്താൽ നമ്മൾ സെലക്ട് ചെയ്ത പേജ് ഏതാണോ അത് മുതൽ എന്താവാൻ തുടങ്ങും, ഓപ്പൺ ആവാൻ തുടങ്ങും. ഇതിപ്പോൾ നമുക്ക് പേജ് പോലെ എന്ത് ചെയ്യാം, അടുത്ത പേജ് ഇവിടെ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ അടുത്ത പേജ് വരും, നെക്സ്റ്റ് കൊടുക്കുമ്പോൾ അടുത്തടുത്ത പേജ്. ഇപ്പോൾ നമുക്ക് പ്രീവിയസ് പേജിലോട്ട് പോകണമെങ്കിൽ ഈ ഒരു ലെഫ്റ്റ് ആരോ ക്ലിക്ക് ചെയ്താൽ മതി, പ്രീവിയസ് പേജിലോട്ട് പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. കണ്ടോ, ഈ ഒരു ഇത് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മീൻസ് നമുക്ക് സ്ലൈഡ്സ് എഡിറ്റ് ചെയ്യാനും ഫുൾ സ്ക്രീനിൽ കാണാനും എൻഡ് ഷോ കൊടുത്താൽ അത് സ്റ്റോപ്പ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി തൊട്ടടുത്ത് വരുന്നതാണ് സ്ലൈഡ് ഷോ വ്യൂ. എങ്ങനെയാണോ ഒരു സ്ലൈഡ് ഷോ പ്രസൻ്റ് ആവുന്നത് പോലെ കാണാൻ പറ്റുന്ന ഓപ്ഷനാണ് സ്ലൈഡ് ഷോ എന്നുള്ളത്. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ സ്ക്രീൻ വലുതായിട്ട് ജസ്റ്റ് ആ പ്രസൻറ്റേഷൻ നമ്മൾ എന്താണോ സ്ക്രീനിൽ കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നത് എന്താണോ അത് മാത്രമായിട്ട് ഓപ്പൺ ആവും. ജസ്റ്റ് ഒന്നുകിൽ നിങ്ങൾ മൗസ് വെച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജിലോട്ട് പോകും, അല്ലെങ്കിൽ കീബോർഡിൽ നമ്മുടെ റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലോട്ട് പോകും, ലെഫ്റ്റ് ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് പേജിലോട്ടും വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ലാസ്റ്റ് പേജ് ആകുമ്പോഴത്തേക്കും സ്റ്റോപ്പ് ആവും. എന്നിട്ട് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ എൻഡ് സ്ലൈഡ് ഷോ ക്ലിക്ക് എക്സിസ്റ്റ്, ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് പഴയ പേജിലായിട്ട് വരുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് മെയിൻലി വ്യൂ ബട്ടൺസ് എന്ന് വരുന്നത്. 4 വ്യൂസ് ഉണ്ട്: നോർമൽ വ്യൂ, സ്ലൈഡ് സോർട്ടർ വ്യൂ, റീഡിംഗ് വ്യൂ, സ്ലൈഡ് ഷോ വ്യൂ. ഇതാണ് മെയിൻലി വരുന്ന വ്യൂസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് സ്റ്റാറ്റസ് ബാർ. എന്താണ് സ്റ്റാറ്റസ് ബാർ എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ഈ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ്റെ ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡായിട്ട് സ്ലൈഡ് 1 അതാണ്ട് ഈ സ്ലൈഡ് നമ്പർ എന്ന് പറഞ്ഞ് കാണുന്ന ഈ ഒരു ഓപ്ഷനാണ് സ്റ്റാറ്റസ് ബാർ എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ആദ്യത്തെ സ്ലൈഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ കയ്യിൽ 6 സ്ലൈഡ്സ് ഉണ്ട്. ആ സ്ലൈഡ്സിൽ ആദ്യത്തെ സ്ലൈഡാണ്. ഇപ്പം ഞാൻ 3ാമത്തെ സ്ലൈഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റാറ്റസ് ബാറിൽ വന്ന ചേഞ്ച് കാണാൻ പറ്റും. സ്ലൈഡ് 3 of 6, 6 സ്ലൈഡ്സ് ഉള്ളതിൽ 3ാമത്തെ സ്ലൈഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ 4 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 of 6 എന്ന് പറഞ്ഞ് ഈ സ്ലൈഡിൻ്റെ നമ്പർ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്ന ഈ ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിൽ സ്ലൈഡ് 4 of 6 അല്ലെങ്കിൽ സ്ലൈഡ് 1 of 6 എന്നൊക്കെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്ന ഈ ഒരു ഓപ്ഷനെയാണ് നമ്മൾ സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ പവർ പോയിന്റ് പ്രസൻറ്റേഷനകത്ത് നമ്മൾ കുറച്ച് നോട്ട്സ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു പ്രസൻറ്റേഷൻ്റെ താഴെ ഏറ്റവും താഴെ ഞാനിവിടെ നോട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ നമ്മളൊരു ബ്ലാങ്ക് പ്രസൻറ്റേഷൻ സെലക്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നോട്ട്സ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. കണ്ടോ, ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ, ഇപ്പോൾ ഈ സേവ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റിനകത്ത് ഞാൻ ഇത്ര നോട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്നുള്ള ചെറിയൊരു മെസ്സേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ടൈപ്പ് ചെയ്തിടാം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻഫോർമേഷൻസിന് നിങ്ങൾക്ക് എന്തെങ്കിലും വെബ്സൈറ്റിൻ്റെയൊക്കെ ലിങ്ക് ആഡ് ചെയ്യണമെങ്കിൽ അതും ഇവിടെ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോട്ട്സ് ആഡ് ചെയ്യുന്ന ഈ ഒരു പോർഷനെ നമ്മൾ പറയുന്നതാണ് നോട്ട് പെയിൻ. നമുക്ക് ആവശ്യമുള്ള അതായത് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നത് എന്തും നമ്മുടെ ഈ പ്രസൻറ്റേഷനെ റിലേറ്റ് ചെയ്ത് വരുന്ന കണ്ടന്റ് ആയിരിക്കണം. ആ കണ്ടന്റിനെ ഇപ്പോൾ ഇത് ഒരു എർത്ത് ഡേ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എർത്ത് ഡേ എന്താണ് എന്നുള്ള ഒരു കണ്ടന്റാണ് ഞാനിവിടെ നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോട്ട് പെയിൻ. അടുത്തതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്. അതായത് നമ്മൾ നമ്മുടെ ഈ സ്ലൈഡ് ഷോസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു വൈറ്റ് സ്ക്രീൻ ഉണ്ടല്ലോ, ഇതിപ്പോൾ വൈറ്റ് സ്ക്രീൻ അല്ല, ഇപ്പോൾ ഇതൊരു ബ്ലാങ്ക് പ്രസൻറ്റേഷനാണ്. അപ്പോൾ ഈ പ്രസൻറ്റേഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു വൈറ്റ് സ്ക്രീനിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ലൈഡ് പെയിൻ എന്ന് പറയും. ഇവിടെയാണ് വാട്ട് ദ എഡിറ്റിംഗ്സ് ആർ മെയ്ഡ് ആൻഡ് ഒബ്ജക്ട്സ് ആർ സെലക്റ്റഡ്. ഇവിടെയാണ് നമ്മൾ എഡിറ്റിംഗ്സ് എല്ലാം ചെയ്യുന്നത്, ഇവിടെയാണ് നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത്, ഇവിടെയാണ് നമ്മൾ ഷേപ്സ് കൊണ്ടുവരുന്നത്. അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു വൈറ്റ് സ്ക്രീനിനകത്ത് ചെയ്യാനായിട്ട് പറ്റും.
ഈ ഒരു വൈറ്റ് സ്ക്രീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ലൈഡ് പെയിൻ. ഈ ഒരു വൈറ്റ് ഇപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഒരു ബ്ലാങ്ക് പ്രസൻറ്റേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതാണ് നമ്മുടെ ഒരു പ്രസൻറ്റേഷൻ സ്ക്രീൻ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ സ്ലൈഡ് പെയിൻ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ്, ഇപ്പം നമ്മളൊരു പവർ പോയിൻ്റ് പേജ് നമ്മളിപ്പോൾ ഒരു പുതിയ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പവർ പോയിൻ്റ് ഓപ്പൺ ആക്കി എടുക്കുമ്പോൾ നോർമലി ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ വന്നിട്ട് ഇവിടെ 2 റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള 2 ബോക്സസ് വരും. അതിൽ ഏറ്റവും ടോപ്പിൽ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്ന് വരും, ക്ലിക്ക് ടു ആഡ് സബ് ടൈറ്റിൽ എന്നും വരും. അപ്പോൾ ഈ സബ് ടൈറ്റിൽ ആഡ് ചെയ്യാനുള്ള ഈ ഒരു റെക്റ്റാങ്കിൾ ബോക്സിനെയാണ് നമ്മൾ സബ് ടൈറ്റിൽ പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? സബ് ടൈറ്റിൽ പ്ലേസ് ഹോൾഡർ. ഇതിനകത്ത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ടു ആഡ് എ സബ് ടൈറ്റിൽ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു സബ് ടൈറ്റിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും. സബ് ടൈറ്റിൽ എന്ന് നമ്മൾ പറയുന്നത്, സബ് ടൈറ്റിൽ പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ആഡ് ചെയ്യാം, ഗ്രാഫിക്സ് ആഡ് ചെയ്യാം, വീഡിയോസ് ആഡ് ചെയ്യാം. ഇപ്പോൾ എന്തെങ്കിലും ടെക്സ്റ്റ്, ടേബിൾസ്, ചാർട്ട്, സ്മാർട്ട് ചാർട്ട്, വീഡിയോ, ഓഡിയോ, പിക്ചേഴ്സ്, അങ്ങനെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ആവശ്യം, നിങ്ങളുടെ പ്രസൻറ്റേഷനകത്ത് നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് അതെല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ്, അല്ലെങ്കിൽ ഒരു സ്പേസ് ആണ് എന്ത് വരുന്നത്, ഈ ക്ലിക്ക് ടു ആഡ് സബ് ടൈറ്റിൽ എന്ന് ഈ കാണുന്ന ഈ താഴത്തെ ഈ റെക്റ്റാങ്കിൾ ബോക്സ് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നോർമലി നിങ്ങൾക്ക് ഒരു കഴ്സർ വന്ന് ബ്ലിങ്ക് ചെയ്യാണ്, അവിടെ നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് അവിടെ ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ഇമേജസോ വീഡിയോസോ പിക്ചേഴ്സോ എന്ത് വേണമെങ്കിലും, ഓഡിയോസോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എവിടെ ആഡ് ചെയ്യാം, ഈ സബ് ടൈറ്റിൽ പ്ലേസ് ഹോൾഡറിനകത്ത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തതാണ് ടൈറ്റിൽ പ്ലേസ് ഹോൾഡർ. ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ. ഈ മേളിലുള്ള ഈ വലിയ റെക്റ്റാങ്കിൾ ബോക്സ് ആണ് എന്തെന്ന് പറയുന്നത്, ടൈറ്റിൽ പ്ലേസ് ഹോൾഡർ. ടൈറ്റിൽ പ്ലേസ് ഹോൾഡർ എന്ന് പറയുമ്പോൾ ടൈറ്റിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ പ്രസൻറ്റേഷന് ടൈറ്റിൽ എന്താണോ നമുക്ക് കൊടുക്കാനുള്ളത് അവിടെ നമുക്ക് എന്ത് ചെയ്യാം. മെയിൻലി നമ്മൾ ടൈറ്റിൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ടെക്സ്റ്റ് മാത്രമായിരിക്കും ആഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടെക്സ്റ്റ് നമ്മളിപ്പോൾ ടൈറ്റിൽ അല്ലെങ്കിൽ ഒരു ഹെഡിങ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് അതിൻ്റെ ഒരു ഭംഗിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ടെക്സ്റ്റ് സൈസ് കൂട്ടാം, ടെക്സ്റ്റിൻ്റെ ഫോണ്ട് സ്റ്റൈല് മാറ്റാം, അതുകൂടാതെ ടെക്സ്റ്റ് കളേഴ്സ് ആഡ് ചെയ്യാം. ആ ടെക്സ്റ്റിന് എന്തെല്ലാം ഭംഗി കൂട്ടാൻ പറ്റുമോ അതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, ഈ ടൈറ്റിൽ പ്ലേസ് ഹോൾഡറിനകത്ത് വന്നിട്ട് ടൈറ്റിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് അങ്ങ് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് അതിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട ചേഞ്ചസ് ആ ടെക്സ്റ്റിന് വരുത്താനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദെൻ ലാസ്റ്റ് നമ്മുടെ ഈ ഇൻ്റർഫേസിനകത്ത് വരുന്നതാണ് തംബ്നെയിൽ പെയിൻ എന്ന് പറയും. അതായത് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രസൻറ്റേഷനെ ഇവിടെ കുട്ടി സ്ലൈഡ്സ് ആയിട്ട് നിങ്ങളെ ഈ കാണിക്കുന്ന ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്ന, ഇപ്പോൾ 2 സ്ലൈഡ്സാണ് നമ്മൾ ബ്ലാങ്കായിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, തംബ്നെയിൽ പെയിൻ. നമ്മുടെ ഒരു മിനിയേച്ചർ ഫോർമാറ്റിന്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നേരത്തെ കാണിച്ച ഒരു പ്രസൻറ്റേഷൻ കണ്ടോ, ഇതിലിപ്പോൾ 6 സ്ലൈഡ്സ് ഉണ്ട്. ഇവിടെ എന്താണോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു സ്ലൈഡിൻ്റെ മിനിയേച്ചർ ഫോർമാറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഈ സ്ലൈഡ്സിനെ നമുക്ക് കാണാനും സെലക്ട് ചെയ്യാനും ആ ഒരു നമ്പർ ഓർഡർ അനുസരിച്ചാണ് ഇത് കാണുന്നത്. കണ്ടോ, 1 2 3 4 5 എന്ന് പറഞ്ഞ് 6 എന്ന് പറഞ്ഞ് ഒരു ഓർഡറിലാണ് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. എക്സാക്ട്ലി നമ്മുടെ ഈ ഒരു നമ്മളിവിടെ എന്താണോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു മിനിയേച്ചർ ഫോർമാറ്റിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഈ ഒരു ഓപ്ഷനെയാണ് നമ്മൾ തംബ്നെയിൽ പെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇത്രയാണ് മെയിൻലി നമ്മളൊരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നതായിട്ടുള്ള മെയിൻ കണ്ടൻറ്റുകൾ ഇതിത്രയാണ്. നമ്മളപ്പോൾ നോക്കിയായിരുന്നു, നമുക്കൊന്ന് ആദ്യമേ പറയാം. ഇതാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത്. ഈ നമ്മുടെ ഇവിടെ എൻവയോൺമെൻറ്റൽ റെഗുലേഷൻ എന്ന് പറഞ്ഞാണ് ഞാൻ എന്ത് കൊടുത്തിരിക്കുന്നത്, ഇതിൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഞാനപ്പോൾ ഇത് സേവ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻ്റ് ആയതുകൊണ്ട് ഇതിലെ ടൈറ്റിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതാണ് ടൈറ്റിൽ ബാർ എന്ന് പറയും. ദെൻ ഇവിടെ നമ്മുടെ അക്കൗണ്ട് യൂസറിൻ്റെ ഇൻഫോർമേഷൻ, മൈക്രോസോഫ്റ്റിൻ്റെ അക്കൗണ്ട് യൂസറിൻ്റെ ഇൻഫോർമേഷൻ കാണിക്കുന്ന ഇതിനെയാണ് മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് യൂസർ ഇൻഫോ എന്ന് പറയുന്നത്. ദെൻ
മിനിമൈസ്, മാക്സിമൈസ് ആൻഡ് ക്ലോസ്. ഇതിനെ നമ്മൾ റിബൺ ഡിസ്പ്ലേ ഓപ്ഷൻ എന്ന് പറയും. ദെൻ ഈ ടാബുകൾ ഇൻക്ലൂഡ് ആവുന്ന ഈ ഒരു ഇത്രയും ഭാഗത്തിന് നമ്മൾ എന്തെന്നാണ് പറയുന്നത്, റിബൺ ഇൻ്റർഫേസ്. ഈ ഹോം ടാബ്, ഇൻസേർട്ട് ടാബ്, ഫയൽ, ഡ്രോ, ഡിസൈൻ ഇങ്ങനെ വരുന്ന ഇത്രയും ടാബുകളെ നമ്മൾ എന്തെന്ന് വിളിക്കും, റിബൺ ഇൻ്റർഫേസ് ഓപ്ഷൻ എന്ന് പറയും. ദെൻ ഇവിടെ ഒരു എക്സ്ട്രാ നമ്മൾ ഡിസൈൻ എന്ന് പറയുന്ന ഒരു ടാബ് ഓപ്പൺ ആക്കി ഫോർമാറ്റ് പെയിൻറ്റർ ഓപ്പൺ ആക്കി കാണിക്കുമ്പോൾ ഈ റൈറ്റ് സൈഡിൽ വരുന്ന ഇതിനെയാണ് നമ്മൾ ഈ ഒരു ഓപ്ഷനെ നമ്മൾ ടാസ്ക് പെയിൻ എന്ന് പറയുമെന്ന് പഠിച്ചിരുന്നു. ദെൻ അടുത്തത് ലാസ്റ്റ് നമ്മൾ നോക്കിയത് ഈ റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെ കാണുന്ന നമ്മുടെ പേജിനെ നമുക്കിങ്ങനെ മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു ഇതാണ് സൂം എന്ന് പറയുന്ന ഓപ്ഷൻ. അത് കഴിഞ്ഞിട്ട് പല ടൈപ്പായിട്ട് നമുക്ക് വ്യൂ ചെയ്യാനായിട്ട് പറ്റും. നോർമൽ വ്യൂ, സ്ലൈഡ് സോർട്ട് ഓഫ് വ്യൂ, റീഡിംഗ് വ്യൂ, സ്ലൈഡ് ഷോ വ്യൂ. ഇതിനെ നമ്മൾ വ്യൂ ബട്ടൺസ് എന്ന് പറയും. ദെൻ നമ്മുടെ ഈ സ്ലൈഡ് ഷോയുടെ സ്ലൈഡ് ഷോ നമ്പർ അനുസരിച്ച് ഇപ്പോൾ കറൻ്റ്ലി ഏത് സ്ലൈഡിലാണ് നിൽക്കുന്നതെന്ന് കാണിക്കുന്ന ഇതിനെ നമ്മൾ സ്റ്റാറ്റസ് ബാർ എന്ന് പറയുമെന്ന് പഠിച്ചു. ദെൻ നമുക്ക് നമ്മുടെ പ്രസൻറ്റേഷനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും നോട്ട്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏറ്റവും താഴെ ഈ ഒരു പ്രസൻറ്റേഷൻ്റെ താഴെയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നമ്മൾ പറഞ്ഞ എന്തായിരുന്നു പഠിച്ചത്, ഈ ഒരു സ്ലൈഡ് പെയിനിൽ, അതായത് നമ്മൾ ഈ എഡിറ്റിങ്സും ഫോട്ടോസും ആഡ് ചെയ്യുന്ന ഈ സ്ലൈഡ് പെയിനിൻ്റെ ഏറ്റവും താഴെ നമുക്ക് എന്ത് ചെയ്യാം, നോട്ട് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ആ പോർഷനെ നമ്മൾ നോട്ട് പെയിൻ എന്ന് പറയും. ദെൻ സ്ലൈഡ് പെയിൻ എന്താന്ന് പറഞ്ഞു. പിന്നെ ഉള്ളതാണ് എന്ത്, നമ്മുടെ പവർ പോയിൻ്റ് ഓപ്പൺ ആയി വരുന്ന സ്ക്രീനിൽ കാണുന്ന സബ് ടൈറ്റിലും ടൈറ്റിൽ രണ്ടും പ്ലേസ് ഹോൾഡേഴ്സാണ്. ഈ ഒരു റെക്റ്റാങ്കിൾ ബോക്സിന് നമ്മൾ എപ്പോഴും പ്ലേസ് ഹോൾഡേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് സബ് ടൈറ്റിൽ പ്ലേസ് ഹോൾഡറും ഇത് ടൈറ്റിൽ പ്ലേസ് ഹോൾഡറുമാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഈ സ്ലൈഡ്സിനെ കുട്ടി കുട്ടിയായിട്ട് കാണാൻ പറ്റുന്ന ഈ ഒരു മിനിയേച്ചർ ഫോർമാറ്റിൽ കാണാൻ പറ്റുന്ന ഇതിനെ നമ്മൾ തമ്പനെയിൽ പെയിൻ എന്ന് പറയുമെന്നും പഠിച്ചു. അപ്പോൾ ഇതിത്രയാണ് മെയിൻലി നമ്മുടെ പവർ പോയിൻ്റ് പ്രസൻറ്റേഷനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇൻ്റർഫേസ്. നമ്മൾ ഓപ്പണായി വരുമ്പോൾ നമുക്ക് എന്തെല്ലാം മെയിൻലി കാണാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു എന്തിനകത്ത് പഠിക്കുന്നത്, ഈ ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷനകത്ത് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത്.